ഈ വീഡിയോയിൽ ക്വിക്കായിട്ട് കുറച്ച് വിഷയങ്ങളാണ്. ഇതിൽ ആദ്യമായി മിഡിൽ ഈസ്റ്റിൽ നമുക്ക് പോവാം. മിഡിൽ ഈസ്റ്റിൽ നിന്ന് പോകാനുള്ള കാരണം വെച്ചാൽ നെതന്യാഹു ഇപ്പം അമേരിക്കയിൽ ന്യൂയോർക്കിൽ എത്തിയിട്ടുണ്ട്. ഓൾറെഡി തന്നെ അറബ് രാജ്യങ്ങളുമായിട്ടൊക്കെ സംസാരിച്ച് ട്രംപ് ഒരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. എത്രയും വേഗം തന്നെ ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും ഞാൻ എടുക്കാം, പൂർണ്ണ പിന്തുണയാണെന്നുള്ള ആ ഒരു പ്രഖ്യാപനമാണ് ട്രംപ് നടത്തിയിരിക്കുന്നത്. അപ്പം നെതന്യാഹു ഇനി അവിടെ പോയി ഇറങ്ങുമ്പോഴാണ് ഇനിയിപ്പോൾ എന്ത് രീതിയിലാണ് ഇത് മാറി മറിയാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട വിഷയമാണ്. അതിന് പറയാനുള്ള വിഷയം എന്ന് പറഞ്ഞാൽ അറബ് രാജ്യങ്ങൾ കുറേ നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. ഗാസയ്ക്കുള്ളിൽ ഇവർ എന്താണ് ആഗ്രഹിക്കുന്നുള്ള പ്രപ്പോസൽ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന പ്രപ്പോസലുകൾ തന്നെയാണ്. പക്ഷേ ഇതിപ്പം അമേരിക്കയുടെ വോയിസോട് കൂടി പറയുകയാണ്, ആധികാരികമായിട്ട് പറയുകയാണ്. അപ്പോൾ അതിൽ ആദ്യം എന്തിനാണ് റിലീസ് ഓഫ് ആൾ ഹോസ്റ്റേജസ് അവർ എഴുതി ചേർത്തിട്ടുണ്ട്. അത് നമ്പർ 1, നല്ല കാര്യമാണ്. രണ്ടാമത് പെർമനന്റ് സീസ് ഫയർ, അതാണ് രണ്ടാമത് വിഷയമായിട്ട് അവർ ഉന്നയിക്കുന്നത്. മൂന്നാമത് ഗ്രാജുവൽ വിഡ്രോവൽ ഫ്രം ഗാസ, ആരാണ് IDF ട്രൂപ്പ് ഗ്രാജുവലി ഗാസിൽ നിന്ന് വിഡ്രോവൽ ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞാൽ പോസ്റ്റ് വാർ ഗവർണിംഗ് ബോഡി ഒരു ടീമിനെ അവർ സജസ്റ്റ് ചെയ്യുന്നുണ്ട് വിത്തൗട്ട് ഹമാസ്, അതാണ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും പാലസ്തീനിയൻ അതോറിറ്റി ഇതിനകത്ത് വരുമോ ഇല്ലയോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. കാരണം പാലസ്തീനിയൻ അതോറിറ്റിയെ ട്രംപ് വിസ പോലും കൊടുക്കാതെ UN പ്രവേശിപ്പിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് കർശനമായ തീരുമാനം എടുത്തിരുന്ന ഒരു ടൈം കൂടിയാണ് ഇപ്പോൾ. അപ്പോൾ അതിനകത്ത് പാലസ്തീനിയൻ അതോറിറ്റിക്ക് എന്തെങ്കിലും റോൾ ഉണ്ടോ എന്നുള്ളത് വ്യക്തമായിട്ട് ഇതിനകത്ത് സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല. അടുത്തത് സെക്യൂരിറ്റി ഫോഴ്സ് വിത്ത് അറബ് മുസ്ലിം ട്രൂപ്സ്, അതായത് സെക്യൂരിറ്റി ഫോഴ്സ് അറബ് മുസ്ലിം ട്രൂപ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് കുറേ അറബ് രാജ്യങ്ങളുടെയൊക്കെ നേതൃത്വത്തിൽ രൂപീകരിച്ച് ഒരു ടീം, സെക്യൂരിറ്റി ടീമിനെ ഗാസയ്ക്കുള്ളിൽ ഡിപ്ലോയ് ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പോയിന്റിനോട് ഇസ്രായേൽ പണ്ട് തന്നെ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളുടെ വാർത്തയിൽ തന്നെ നമ്മൾ ഇതിനു മുമ്പ് സൂചിപ്പിച്ച് പോയിട്ടുണ്ട്. കാരണം ഈ പോയിന്റ് വായിക്കുമ്പോൾ എനിക്കത് മനസ്സിലായി. കാരണം നമ്മൾ പണ്ട് ഒരുപാട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ സീസ് ഫയറുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ഡ്രാഫ്റ്റ് ചെയ്ത സമയത്ത് അറബ് അതേപോലെ മുസ്ലിംസ് ചേർന്ന ആ ഒരു സംഘടന ഗാസയ്ക്കുള്ളിൽ ഒരു സെക്യൂരിറ്റി ഫോഴ്സ് കൊണ്ടുവരുന്നതിനോട് ഇസ്രായേൽ യോജിക്കുന്നില്ല. അതിലൂടെ ഹമാസ് ഗാസയ്ക്കുള്ളിൽ കൂടുതൽ കടന്നു കയറുമെന്ന് തന്നെയാണ് ഇസ്രായേൽ വിശ്വസിക്കുന്നത്. അതിന് തെളിവായിട്ട് അവർ പല കാര്യങ്ങളും നിരത്തുന്നുണ്ട്. ലാസ്റ്റ് പോയിന്റ് ആയിട്ട് അറബ് ഫണ്ടിങ് ഫോർ ഗാസ റീകൺസ്ട്രക്ഷൻ, അതും കൂടി അവർ പറയുന്നുണ്ട്. ഇതുവരെ ഞാൻ പറഞ്ഞു പോയ ഇത്രയും പോയിന്റ്സും അറബ് ലീഡേഴ്സൊക്കെ സൊമനസോടുകൂടി പൂർണ്ണ സമ്മതം അറിയിച്ചിരിക്കുകയാണ്. ഇനി ഒരു 2-3 പോയിന്റും കൂടിയുണ്ട്, അതും കൂടി നമുക്ക് നോക്കാം. ഈ മേൽപ്പറഞ്ഞ നിബന്ധനകളൊക്കെ ഈ അറബ് രാജ്യങ്ങളുടെ സമ്മർദ്ദത്തോടു കൂടി ഹമാസിനെ കൊണ്ട് അനുസരിപ്പിക്കണമെങ്കിൽ ഒരു ക്ലോസ് ഉണ്ട്. നോ ഇസ്രായേലി അനക്സേഷൻ ഓർ ഒക്കുപ്പേഷൻ ഇൻ ഗാസ ആൻഡ് വെസ്റ്റ് ബാങ്ക്. പോയിന്റ് വളരെ വ്യക്തമാണ്. ഇത് ഇസ്രായേൽ അപ്പാടെ എടുത്ത് കീറിക്കളയും, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ജുദയ സമാരിയ ഒരു വലിയൊരു പിക്ചർ തന്നെ അവർ വരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഏതൊക്കെ പോർഷൻസ് ഏരിയ C ഒക്കെ അവർ അനക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. ഓൾമോസ്റ്റ് അത് കൂട്ടിച്ചേർത്തതുപോലെയാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി തിരിച്ചിതെല്ലാം ഒന്നേന്ന് ഇനി റിവേഴ്സ് ചെയ്യുമോ? ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. വായിക്കുമ്പോഴേ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇതിന്റെ പിക്ചർ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നോ ന്യൂ സെറ്റിൽമെന്റ്സ്, ഇനി പുതിയ സെറ്റിൽമെന്റുകൾ പാടില്ല. ഇനി അഥവാ സെറ്റിൽമെന്റുകൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിന് ഡെഡിക്കേറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ മുൻകൂട്ടി തന്നെ അത് പ്രഖ്യാപിച്ച് ആ ഏരിയ ഇതുവരെ പാലസ്തീനികളോ അല്ലെങ്കിൽ ഇസ്രായേലിന്റെയോ ഒക്കുപേഷനിൽ പെടാത്ത സ്ഥലങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഡെഡ് ലാൻഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സൈഡിലേക്ക് പോകണം. അല്ലാതെ പുതിയ സെറ്റിൽമെന്റുകൾ പാലസ്തീനിയൻ ജനങ്ങൾ താമസിക്കുന്നതിന്റെ ഇടയിൽ കൊണ്ടുവന്ന് പുതിയ സെറ്റിൽമെന്റുകൾ സ്ഥാപിക്കാൻ പാടില്ല. ഇതാണ് രണ്ടാമത്തെ വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. മൂന്നാമത്തേത് പ്രൊട്ടക്ഷൻ ഓഫ് അൽ-അക്സ മോസ്ക് സ്റ്റേറ്റസ് കോ നിലനിർത്തി കൊണ്ടുപോകണം. ഇപ്പൊ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ തുടരണം എന്നാണ് പറയുന്നത്. നാലാമത്തേത് ഇമ്മീഡിയറ്റ്ലി ഇൻക്രീസ് ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് സംവിധാനം ക്രമാതീതമായ രീതിയിൽ വർദ്ധിപ്പിക്കണം, അതാണ് പറഞ്ഞു വെക്കുന്നത്. ഈ 4 പോയിന്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഫസ്റ്റ് 3 പോയിന്റും അംഗീകരിക്കാൻ യാതൊരു സാധ്യതയും ഇല്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ തന്നെ ഇത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ നെതന്യാഹു അവിടെ സംസാരിക്കും, ഇന്നിപ്പോൾ എത്തിയതേ ഉള്ളൂ അവിടെ ന്യൂയോർക്കിൽ. സംസാരിച്ചിട്ട് വരുമ്പോഴത്തേക്കും ഇതിന്റെ തീരുമാനം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അറബ് നേതാക്കളും അമേരിക്കയും സംസാരിച്ച് നിർത്തിയിരിക്കുന്ന പോയിന്റുകൾ ആണ്. ഹൂത്തികൾ ഇന്നൊരു ഡ്രോൺ അറ്റാക്ക് നടത്തിയിട്ടുണ്ട് ഇസ്രായേലിന്റെ ഉള്ളിൽ. അത് രാവിലെ തന്നെ ഇങ്ങനെ പറന്ന് വന്ന് പതിയെ ഇങ്ങനെ താന്ന് ഏലിയാറ്റ് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്കാണ് പോയി പതിച്ചത്. അവിടെ ഏതാണ്ട് 20-ലധികം പേർക്ക് ഇഞ്ചുറി ആയിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത കൂടി വരുന്നുണ്ട്. 20 people ആർ ഇഞ്ചുർഡ്. അത് ക്രെഡിറ്റ് ഗോസ് ടു ഹൂത്തീസ്. പിന്നെ തയ്യബ് എർദോഗനുമായിട്ട് ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപ് ഒരു ചർച്ച സൈഡ് ലൈനിൽ നടത്തിയിട്ടുണ്ട്. അതായത് ലോക്കിഡ് മാർട്ടിൻ കമ്പനിയുമായിട്ട് 50 ബില്യൺ വർത്ത് വരുന്ന ഡീൽ സൈൻ ചെയ്യാനാണ് തയ്യാറായിട്ടിരിക്കുന്നത്. പക്ഷേ അതിന് മുമ്പ് തന്നെ നെതന്യാഹുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റിംഗ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഡീൽ ഓൾറെഡി സൈൻ ചെയ്തേനെ. അതായത് F-35 ഫൈറ്റർ ജെറ്റ് തുർക്കിക്ക് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ചർച്ച. വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള പോയിന്റിലാണ് ഈ ചർച്ച നടക്കുന്നത്. അപ്പോൾ അതിന് $50 ബില്യൺ വർത്ത് വരുന്ന ഡീലാണ് ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെ എഡ്ജിൽ വെച്ച് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ട്രംപും എർദോഗനും സംസാരിച്ചെല്ലാം റെഡിയാക്കി. അവർ തമ്മിൽ കാര്യങ്ങളൊക്കെ ഓക്കെ ആയി. 50 ബില്യൺ എന്നൊക്കെ അവർ സംബന്ധിച്ച് റെഡി ആയിട്ടിരിക്കുകയാണ്. പക്ഷേ ഇത് USA എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് എന്നുള്ളതാണ്. അതായത് ഇസ്രായേലിനെ മറികടന്നുകൊണ്ട് ഈ ഡീൽ മുന്നോട്ട് കൊണ്ടുപോകണം. അവിടെയാണ് ട്രംപിന്റെ ആ ഒരു ഡിപ്ലോമാറ്റിക് സക്സസ് എത്രമാത്രം ആ നെഗോസിയേഷൻ പവർ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരാൻ പോകുന്നത്. റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു മാപ്പ് കാണിക്കുന്നുണ്ട്. ഈ മാപ്പ് നിങ്ങൾ നോക്കിക്കോളൂ. ഇതിനകത്ത് റഷ്യയ്ക്കുള്ളിൽ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങളാണ് ഉക്രൈൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ഇതേ സെനാരിയോയാണ് മുന്നോട്ട് പോകുന്നത്. ഈ സെനാരിയോയിലാണ് അറ്റാക്ക് കംപ്ലീറ്റ് നടക്കുന്നത്.
ഇപ്പം നിങ്ങൾ നോക്കിക്കോ, അതായത് ഉക്രൈൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. അവർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഈ നഷ്ടപ്പെട്ടു പോയ ഈ 4 പ്രൊവിൻസുകൾ ഞങ്ങൾ തിരിച്ചു പിടിക്കും, പൂർവാധിക ശക്തിയോടുകൂടി ഞങ്ങൾ തിരിച്ചു വരും, റഷ്യ അറ്റാക്ക് ചെയ്യും എന്നുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ പറയുന്നുണ്ട്. പോളണ്ടിന്റെ സോൾജേഴ്സിനെ ഉക്രൈനിൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് സെലൻസ്കി. അതുപോലെ തന്നെ സെലൻസ്കി അഹമ്മദ് അൽ ഷാറയുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് ഉപദേശങ്ങൾ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ മിലിറ്ററി ട്രെയിനിങ് വരെ തരാം എന്നുള്ള വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെലൻസ്കി അഫ്ഗാനിസ്ഥാനെ കണ്ടംപ്റ്റ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിന് തന്നെ ഇരുട്ട് സമ്മാനിക്കുന്ന ഒരു രാജ്യമാണെന്നാണ് സെലൻസ്കിയുടെ സ്റ്റേറ്റ്മെന്റ്. അതായത് ഇരുട്ട് സമ്മാനിക്കുന്ന രാജ്യത്തിന്റെ എയർബേസിന് വേണ്ടിയിട്ടാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത്. അതിന് കുഴലൂത്ത് നടത്താനാണ് സെലൻസ്കി ഇപ്പോൾ ഈ ഒരു ടൈമിൽ അഫ്ഗാനിസ്ഥാനെ വിമർശിക്കുന്നത്. ഇത്രയും നാളും അഫ്ഗാനിസ്ഥാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. സെലൻസ്കിക്ക് അത് തിരിഞ്ഞു നോക്കാനോ വിമർശിക്കാനോ സമയമുണ്ടായില്ല. പക്ഷെ ഇപ്പം വളരെ സമാധാനപൂർവ്വമായിട്ട് യുദ്ധമൊന്നും ഇല്ലല്ലോ ഇപ്പം. അപ്പോൾ അതുകൊണ്ട് സെലൻസ്കി യുദ്ധമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വളരെ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ്. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളെയും നോക്കി ഇപ്പോൾ വിമർശിക്കാനുള്ള ആ ഒരു ടൈം ലൈനൊക്കെ കിട്ടുന്നുണ്ട്. പോകുന്ന വഴിക്ക് അഫ്ഗാനിസ്ഥാനെ ഒന്ന് വിമർശിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് വിമർശിച്ചിട്ടിരിക്കുകയാണ്. അത്രയേ ഉള്ളൂ. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? ട്രംപിന് വേണ്ടിയിട്ട് ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഗിവ് ആൻഡ് ടേക്ക് പോളിസി, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായിട്ടുള്ള അർജന്റീന, ഈ അർജന്റീനയെ കുറിച്ച് ഒരു കാര്യം പറയാനുണ്ട്. ഈ അർജന്റീന ബ്രിക്സിൽ ചേരാൻ വന്നതാണ്. ബ്രിക്സിന്റെ ഫസ്റ്റ് മീറ്റിംഗിലേക്ക് വന്ന് പങ്കെടുത്തതാണ്. ആ മീറ്റിംഗിലൊക്കെ പങ്കെടുത്ത് അവസാനം കൺഫേം ആയിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്ന ആ ഒരു സാഹചര്യത്തിലാണ് അവർ ബാക്ക് അടിക്കുന്നത്. അപ്പോഴാണ് അർജന്റീനയുടെ പൊളിറ്റിക്കൽ ഹെഡ് ചേഞ്ച് ചെയ്യുന്നത്. അങ്ങനെ ചേഞ്ച് ചെയ്യുന്നതിന്റെ പുറകിൽ അമേരിക്കയുടെ വലിയ രീതിയിലുള്ള പങ്കാളിത്തം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ മിലൈ, അമേരിക്കൻ സപ്പോർട്ടറായിട്ടുള്ള മിലൈ ഭരണത്തിൽ വന്നു. ബ്രിക്സിൽ നിന്നും മാറ്റിയെടുത്ത് അമേരിക്കൻ ചേരിയിലേക്ക് തന്നെ കൊണ്ട് നിർത്തി. ഓക്കെ, വെരി ഗുഡ്. അപ്പം അമേരിക്കൻ ചേരിയിൽ പോയ രാജ്യം എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത്? അന്ന് അർജന്റീന വളരെ നല്ല ഗ്രോത്ത് ആയിരുന്നു കാഴ്ചവെച്ചിരുന്നത്. മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്ന വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമി ആയിരുന്നു. പക്ഷേ ഇന്ന് എന്തുകൊണ്ടാണ് നമുക്കറിയത്തില്ല. അർജന്റീനയുടെ സിറ്റുവേഷൻ വളരെ പരിതാപകരമായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം അവിടെ പട്ടിണിയാണെന്നല്ല ഞാൻ പറയുന്നത്, എക്കണോമിക് ഗ്രോത്ത് സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു എക്കണോമിക് ഗ്രോത്ത് ഇല്ലാത്തത് കൊണ്ട് 20 ബില്യൻ്റെ ഒരു സ്വൈപ്പിംഗ് എഗ്രിമെന്റ് ഉണ്ടാക്കുകയാണ് അമേരിക്കയുമായിട്ട്. $20 ബില്യൺ. എന്തുകൊണ്ട്? പൈസ ഇല്ല, അതന്നെ സംഭവം. അമേരിക്കയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എല്ലാ രാജ്യങ്ങളും ഭയങ്കരമായിട്ട് വളർന്ന് പന്തലിക്കും എന്നുള്ള ആ ഒരു തിയറി ഉണ്ടല്ലോ, ആ തിയറിയെ തെറ്റാണ് ആ തിയറി എന്ന് തെളിയിക്കുകയാണ് ഇന്ന് അർജന്റീന. അത് അമേരിക്കൻ സപ്പോർട്ട് ഇല്ലെങ്കിലും ഒരു ചുക്കും ഒരു പുല്ലും സംഭവിക്കാനില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതിന്റെ ഗ്രേറ്റ് എക്സാമ്പിൾ ആയിട്ട് അർജന്റീന നമ്മളുടെ മുന്നിൽ നിൽക്കുകയാണ്. അതായത് ബ്രിക്സിൽ ചേരാൻ വന്നിട്ടും ഏഷ്യൻ രാജ്യങ്ങളുമായിട്ട് ഗ്ലോബൽ സൗത്തുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ വന്ന അർജന്റീന പെട്ടെന്ന് തന്നെ അവരുടെ പോളിസിയൊക്കെ ചേഞ്ച് ചെയ്ത് ഞാൻ അമേരിക്കയോടൊപ്പം നിൽക്കാമെന്ന് നിലപാടെടുത്തിട്ട് വെറും 2 to 3 years കൂപ്പുകുത്തിയിരിക്കുകയാണ് അവരുടെ എക്കോണമി. അവർ അമേരിക്കയോടൊപ്പമല്ലേ നിൽക്കുന്നത്, എന്നിട്ട് എന്തേ അവരുടെ എക്കോണമി താഴോട്ട് പോകുന്നത്? എന്തുകൊണ്ട് അവർക്ക് $20 ബില്യൺ സ്വപ്പിംഗ് എഗ്രിമെന്റിലേക്ക് പോകേണ്ടി വരുന്നു? എന്തുകൊണ്ട്? വൈ? വലിയ ചോദ്യചിഹ്നമാണ്. അപ്പോൾ ഇവിടെ അമേരിക്ക സപ്പോർട്ട് ചെയ്താലും ചെയ്തില്ലെങ്കിലും രാജ്യങ്ങൾ അവരുടേതായിട്ട് രീതിയിലുള്ള ട്രേഡും കാര്യങ്ങളൊക്കെ പല രാജ്യങ്ങളുമായിട്ട് മൾട്ടിപോളർ ഡിപ്ലോമസി വഴി മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ഇനിയുള്ള കാലത്ത് സർവൈവൽ ഉള്ളൂ. അതിനെയാണ് അടിവരയിട്ട് അർജന്റീന തെളിയിക്കുന്നത്. ഇതൊക്കെ എക്കണോമിക് അനലിസ്റ്റുകൾ വളരെ വിദഗ്ധമായിട്ട് ഇതൊക്കെ പഠനം നടത്തി കാര്യങ്ങളൊക്കെ പുറത്ത് പറയുന്നുണ്ട്. UK മുസ്ലിം മേയേഴ്സിനെ കുറിച്ച് വളരെയധികം ഡീപ്പ് കൺസേൺ ആണ് ട്രംപ് രേഖപ്പെടുത്തിയത്. UK ഒരു മുസ്ലിം രാജ്യമായിട്ട് മാറും, അവിടെ ശരീഅത്ത് ലോ വരെ ഇംപ്ലിമെന്റ് ചെയ്താലും സംശയിക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞു വെച്ചത്. UK പ്രൈം മിനിസ്റ്റർ കീർ സ്റ്റാർമർ നിലവിൽ പുള്ളി പൊസിഷനിൽ വന്ന ഉടനെ തന്നെ ഒരു തീരുമാനം എടുത്തിരുന്നു. അതായത് UKക്ക് ഇല്ലീഗലായിട്ട് കടന്നു വരുന്ന ഇമിഗ്രന്റുകളെ പിടിച്ച് മറ്റുള്ള രാജ്യത്തേക്ക് അയക്കാം, അവരെ നാട് കടത്താം, UK സ്വീകരിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനമൊക്കെ എടുത്ത് മുന്നോട്ട് പോയിരുന്നു. പക്ഷേ കോടതി അംഗീകരിക്കുന്നില്ല. അതായത് ഇവരുടെ രാജ്യത്ത് എത്തിച്ചേർന്നിട്ടില്ല, പകുതി വഴിയിൽ ബോട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആൾക്കാർ മനുഷ്യക്കടത്ത് എന്നുള്ള രീതിയിൽ കൊണ്ട് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഇറക്കുന്ന ആൾക്കാർക്കെതിരെ പോലും നടപടിയെടുക്കാൻ പറ്റാത്ത രീതിയിലാണ് കോടതി നിയമങ്ങൾ നിലനിൽക്കുന്നത് UK. അത്രമാത്രം ലൂപ്പ് ഹോൾസ് ആണ്. സ്റ്റാർമർ പൊസിഷനിൽ വന്നതിന് ശേഷം മാത്രം ഏതാണ്ട് 30,000 ഇമിഗ്രന്റുകളെ രാജ്യത്തിന്റെ ഉള്ളിലേക്ക് സ്വീകരിച്ചിട്ടുണ്ട്. UK സ്ഥിതി വെച്ച് നോക്കുമ്പോഴത്തേക്കും ദുരന്തമാണെന്നേ പറയാനുള്ളൂ. അതുപോലെ കഴിഞ്ഞ 3 ദിവസം കൊണ്ട് ടൈഫൂൺ ചുഴലിക്കാറ്റ്, അതോടൊപ്പം നല്ല കനത്ത മഴ, ഫ്ലഡ് എവിടെയാണെന്ന് വെച്ചാൽ തൈവാനും അതേപോലെ തന്നെ ഹോങ്കോങ്, ഈ 2 റീജിയനും, ഹോങ്കോങ് മീൻസ് ചൈന, കടുത്ത ടൈഫൂൺ ചുഴലിക്കാറ്റിലും ഇതേപോലത്തെ ഈ ഫ്ലഡിലും കിടന്ന് ഇഴയുകയാണ്. വളരെ, അതായത് ആ ഫ്ലഡിന്റെ ഫുട്ടേജ് ഞാനിവിടെ വെക്കുന്നുണ്ട്. കണ്ടല്ലോ വെള്ളം ഏത് രീതിയിലാണ് അവിടെ ഒഴുകി പോകുന്നത്. ഈ ടൈഫൂൺ എന്ന് പറഞ്ഞത് ഈ മേഖലയിൽ എപ്പോഴും വരുന്ന സംഗതിയാണ്. ഫിലിപ്പൈൻസ് ആണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് അഫക്റ്റഡ് ആകുന്നത്. അത് കഴിഞ്ഞാൽ ഇങ്ങനെ തൈവാൻ, ഇതേപോലെ ഈ ഹോങ്കോങ് റീജിയനൊക്കെ എപ്പോഴും ഈ ടൈഫൂൺ ചുഴലിക്കാറ്റിൽ പെടാറുണ്ട്. വർഷം വരുന്ന സംഗതി തന്നെയാണ്. അതുകൊണ്ട് പ്രിക്കോഷണറി മെഷേഴ്സ് ഒക്കെ അവിടുത്തെ ആൾക്കാർ എടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ജനങ്ങളുടെ ജീവനും സ്വത്തും കാര്യങ്ങളൊക്കെ തന്നെ നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഒരു സ്ഥിരം പ്രതിഭാസമായിട്ട് മാറിയിരിക്കുകയാണ് ഈ പ്രദേശങ്ങളിൽ. പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫ് അമേരിക്കയിലുണ്ട്. UN ജനറൽ അസംബ്ലി അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ ട്രംപിനെ കണ്ട് മീറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അഡ്രസ് ചെയ്യുന്നതിന് മുമ്പ് ട്രംപിനെ കാണുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമുക്ക് അറിയാൻ കഴിഞ്ഞത് ട്രംപിന്റെ സൈഡിൽ നിന്നും ഷഹബാസ് ഷെരീഫിന് ആ രീതിയിലുള്ള ഒരു വെൽക്കം കിട്ടുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്.
അതെന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ ശരിക്കും ഈ ഷഹബാസ് ഷെരീഫിന്റെ മേളിൽ നല്ല കടുത്ത സമ്മർദ്ദം ഇടുന്നുണ്ട്. കാരണം ഇത്തവണത്തെ പാകിസ്ഥാന്റെ ആ ഒരു എലക്ഷൻ വിജയിച്ച് വന്ന ആ ഒരു രീതിയുണ്ടല്ലോ, അതിന് അമേരിക്ക ഒരു രീതിയിലുള്ള ലെജിറ്റിമസിയും കൊടുക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇമ്രാൻഖാനെ പുറത്ത് കൊണ്ടുവരണം, ആ രാജ്യത്ത് ഒരു ലെജിറ്റിമേറ്റ് ഇലക്ഷൻ വീണ്ടും കണ്ടക്ട് ചെയ്യണം എന്നാണ് അമേരിക്കയുടെ താല്പര്യം. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. അമേരിക്ക പലപ്പോഴായിട്ട് ഇമ്രാൻഖാന് വേണ്ടിയിട്ടുള്ള ഫേവറബിൾ സ്റ്റേറ്റ്മെന്റുകൾ പലതും പുറത്തിറക്കുന്നുണ്ട്. പക്ഷെ അത് ഷഹബാസ് ഷെരീഫിനെ വല്ലാത്ത രീതിയിൽ അസ്വസ്ഥനാക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പോൾ നാറ്റോ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നോക്കി കഴിഞ്ഞാൽ നാറ്റോ രാജ്യങ്ങൾ ഇപ്പോഴും ഡ്രോൺ വരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നൈറ്റ് മെയറിലാണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഡെൻമാർക്കിന്റെ മുകളിൽ 8 ഡ്രോണുകൾ വന്നു എന്നാണ് പറയുന്നത്. ഇത് എവിടെ നിന്ന് വന്നു, ഏത് ഡയറക്ഷനിൽ വന്നു, ഇതൊന്നും അവർക്കറിയില്ല. പക്ഷേ 8 ഡ്രോൺ വന്നു എന്നാണ് ഡെൻമാർക്ക് പറയുന്നത്. അപ്പോൾ ഡെൻമാർക്ക് അവരുടെ F-35 F-16 എല്ലാം പൊടിയൊക്കെ തുടച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഈ ഡ്രോണിനെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പോളണ്ടും ബെലാറസും തമ്മിൽ ലാസ്റ്റ് വീക്കിൽ ഇതേപോലെ ഡ്രോൺ വന്നു എന്ന് പറഞ്ഞിട്ട് പോളണ്ട് വലിയ രീതിയിൽ അസ്വസ്ഥരായിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് ബെലാറസുമായിട്ട് ചെറിയ രീതിയിലുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ബോർഡറൊക്കെ അടച്ചുപൂട്ടിയിരുന്നു. അപ്പോൾ ഇപ്പോൾ ബെലാറസും പോളണ്ടും തമ്മിൽ ആ ഒരു പ്രശ്നം സോൾവ് ആയി. പോളണ്ട് ബോർഡർ റീഓപ്പൺ ആയിരിക്കുകയാണ്. പോളണ്ട് അവരുടെ അവാക്സ് എന്ന് പറഞ്ഞ ആ ഒരു ഡ്രോൺ സെറ്റപ്പ്, റഡാർ ഡ്രോൺ സെറ്റപ്പ്, അതായത് ഇവരെ ചുറ്റിൽ എന്തെങ്കിലും എയർബോൺ ത്രെറ്റ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റഡാർ സംവിധാനത്തോട് കൂടിയ ഒരു സെറ്റപ്പാണ് ഈ ഡ്രോൺ. ആ ഡ്രോൺ സിസ്റ്റം 24/7 ആക്റ്റീവ് ആക്കി അവരുടെ ബോർഡറിൽ നിർത്തി വെച്ചിരിക്കുകയാണ്. അതേപോലെ എസ്റ്റോണിയയ്ക്കും ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എസ്റ്റോണിയയുടെ പ്രശ്നം, അവിടെ ഡ്രോൺ പ്രശ്നമൊന്നും ഇപ്പോൾ ഇല്ല, പക്ഷേ തികച്ചും അവരുടെ നിലപാട് റഷ്യക്കെതിരാണ്. അപ്പോൾ അതുകൊണ്ട് ആര് റഷ്യക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാലും അതിനെ ഒന്ന് കൂട്ടുപിടിച്ചുകൊണ്ട് റഷ്യക്കെതിരെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ പുറപ്പെടുവിക്കുന്നതിൽ എസ്റ്റോണിയ നമ്പർ 1 ആണ്. ഇപ്പോൾ ഡെൻമാർക്കിന്റെ ഒപ്പം ചേർന്നുകൊണ്ടാണ് ഇപ്പോഴത്തെ സ്റ്റേറ്റ്മെന്റുകളും കാര്യങ്ങളൊക്കെ പുറപ്പെടുവിക്കുന്നത്. പിന്നെ ഫിൻലാൻഡ് ഒരു വിഷയം പറഞ്ഞിട്ടുണ്ട്. ഫിൻലാൻഡ് പറഞ്ഞിരിക്കുന്നത് UN എതിരെയാണ്, യുണൈറ്റഡ് നേഷൻസിനെതിരെ, പ്രത്യേകിച്ച് വീറ്റോ സംവിധാനത്തിനെതിരെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ വീറ്റോ സംവിധാനം ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളെല്ലാം അവരുടെ റെപ്രസെന്റേറ്റീവിനെ UN പൈസ ചെലവാക്കി അങ്ങോട്ട് അയച്ച് അവിടെ ശരിക്കും പല കാര്യങ്ങളുടെ മേളിലും നിർണായകമായിട്ടുള്ള തീരുമാനമെടുത്ത് രാജ്യ താല്പര്യങ്ങൾക്കൊത്ത് വോട്ടിട്ട് അവരുടെ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ 5 രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യം വീറ്റോ ചെയ്ത് അതിനെ ഒഴിവാക്കുന്നു. ഇത് വല്ലാത്ത രീതിയിലുള്ള ഒരു പ്രശ്നമാണ്. ഇത് ശരിക്കും ജനാധിപത്യപരമല്ല എന്നാണ് ഫിൻലാൻഡ് പറഞ്ഞു വെക്കുന്നത്. ഇത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ത്യ യുഎന്റെ ഉള്ളിൽ തന്നെ വെച്ച് സംസാരിച്ച വിഷയമാണിത്, ഈ വീറ്റോ പവർ. അല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ രാജ്യങ്ങളെ കൊണ്ടുവരണം. ഒരു രാജ്യം വീറ്റോ ചെയ്ത് കഴിഞ്ഞാൽ അത് സാധ്യമല്ല എന്നുള്ള രീതിയിലെങ്കിലും വരുത്തി തീർക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും സിംഗിൾ കൺട്രി വീറ്റോ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്താണ്, ഈ 5 രാജ്യങ്ങൾ മാത്രമാണോ ഗ്ലോബൽ പവർ, ഗ്ലോബൽ ഡിസിഷൻ എടുക്കാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാർ എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. അതായത് ഈ 5 ഗ്ലോബൽ പവർ രാജ്യങ്ങൾക്കെതിരെ ഒരു വെല്ലുവിളിയാണ് ഫിൻലാൻഡ് ഉയർത്തിയിരിക്കുന്നത്. എന്തായാലും ഉയർത്തട്ടെ, ഓരോരുത്തരായിട്ട് ഇങ്ങനെ വരട്ടെന്നേ. എന്ന് പറഞ്ഞാൽ സ്പെയിൻ കുറച്ച് സാമഗ്രികളുമായിട്ട് ഗാസയെ അപ്രോച്ച് ചെയ്യാണ്. ഇപ്പൊ സ്പെയിൻ തന്നെ നേരിട്ട് ഇറങ്ങാണ്. കുറെ ബോട്ടുകളുമായിട്ട് ചാരിറ്റി സാധനങ്ങളൊക്കെ ആയിട്ട്, വെള്ളം, ഫുഡ് ഐറ്റംസ്, ഇങ്ങനെയുള്ള കുറെ സംവിധാനങ്ങളുമായിട്ട് ബോട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഇപ്പൊ ശരിക്കും ഇറ്റലിയുടെ ഭാഗത്ത് വന്നപ്പോഴത്തേക്കാണ് ഇറ്റലി ഞങ്ങൾ സെക്യൂരിറ്റി തരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ബോട്ട് വരുന്നത് സ്പെയിനിൽ നിന്നും അതിന് പ്രൊട്ടക്ഷൻ വരുന്നത് ഇറ്റലിയിൽ നിന്നുമാണ്. ഇറ്റലിയുടെ വാർഷിപ്പുകൾ അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുമെന്നാണ് ഇറ്റലിയിലെ ജോർജിയ മെലോണി പറഞ്ഞിരിക്കുന്നത്. ഇനി ഇത് എന്തായിത്തീരും നമുക്ക് അറിയത്തില്ല. പക്ഷേ ഇനിയിപ്പം നെതന്യാഹു അമേരിക്കയിലുള്ള സ്ഥിതിക്ക് ട്രംപിനടുത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ട് ജോർജിയ മെലോണിയെ ഇതിൽ നിന്ന് ബാക്കൗട്ട് അടിപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാലും നിലവിൽ ഇതാണ് സ്റ്റേറ്റസ്. കഴിഞ്ഞ തവണ ആ ഒരു ട്യൂണിസിയയുടെ ഭാഗത്ത് വെച്ചിട്ടാണ് ഈ ബോട്ടിനെ തടഞ്ഞത്. ഇത്തവണ ഇറ്റലിയുടെ ഭാഗത്ത് വന്ന് അത് നിർത്തി കിടക്കാണ്. ഇനി ഇറ്റലിയിൽ നിന്നും അത് മുന്നോട്ട് ചലിക്കണമെങ്കിൽ ഓൾറെഡി മെഡിറ്ററേനിയൻ സീ ആയി ഇറ്റലി എന്ന് പറയുമ്പോഴേ, മെഡിറ്ററേനിയൻ സീയിൽ കിടക്കുന്ന ഈ ഒരു ബോട്ട് വളരെ എളുപ്പമാണ് ഗാസയിൽ എത്തിപ്പെടാൻ. അപ്പോൾ അതിന് ഇസ്രായേൽ എന്ത് ചെയ്യും? ഇതിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വാർഷിപ്പ് വന്നു കഴിഞ്ഞാൽ ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുമോ, ഇല്ലെങ്കിൽ ഗാസയിൽ എത്തുന്നെങ്കിൽ എത്തിക്കോട്ടെ എന്ന് വിചാരിക്കുമോ എന്നുള്ളത് നമുക്ക് അറിയാത്ത വിഷയമാണ്. എന്തായാലും മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഈ ഒരു വിഷയം ഇപ്പം കുറച്ച് ടെൻസ്ഡ് ആയിരിക്കുകയാണ്. അതുപോലെ ഇന്ത്യ അഗ്നി പ്രൈം മിസൈൽ എന്ന് പറഞ്ഞിട്ട് ഒരു മിസൈൽ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. എന്താണ് ഇതിന്റെ പ്രത്യേകത? 2000 കിലോമീറ്റർ ദൂരപരിധിയാണ് ഇതിന്റെ ഒരു കവറേജ് ഏരിയ. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇത് ട്രെയിനിന്റെ എഞ്ചിനിൽ ഇതിന്റെ ലോഞ്ചർ ഘടിപ്പിച്ചിട്ടാണ് ഈ ഒരു പരീക്ഷണം നടത്തിയത്. അത് വിജയകരമായി തന്നെ നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് ട്രെയിൻ എഞ്ചിനിൽ ഘടിപ്പിക്കുമ്പോഴത്തേക്കും ഇതിന് ഇത്ര പ്രത്യേകത വരുന്നത്? കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ റോഡ് ട്രാൻസ്പോർട്ടേഷൻ ആണ് നടത്തുന്നുണ്ടെങ്കിൽ ഈ മിസൈലുകളൊക്കെ നമുക്ക് എത്തിക്കാൻ കുറെ ടൈം എടുക്കും. ആ ഒരു ട്രാവലിംഗ് ഡിസ്റ്റർബൻസ്, അതായത് മൂവബിലിറ്റിയിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, കുറച്ച് ടൈം കൂടുതൽ എടുക്കും. പക്ഷേ ട്രെയിൻ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ആ ട്രാക്ക് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സ്പീഡായിട്ട് തന്നെ ഈ സാധനം നമുക്ക് പല സ്പോട്ടുകളിലും എത്തിക്കാൻ കഴിയും. അതാണ് നമ്പർ 1. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റണ്ണിങ് ട്രെയിനിൽ നിന്ന് തന്നെ ഈ ഒരു പരീക്ഷണം നടത്തി വിജയകരമായി നമ്മൾ ഇത് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ MIRV ടെക്നോളജി ഉള്ള ഒരു മിസൈൽ സിസ്റ്റമാണ്. MIRV ടെക്നോളജി എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ വാർഹെഡ് ഇതിനകത്ത് ഘടിപ്പിക്കാൻ കഴിയും. മൾട്ടിപ്പിൾ വാർഹെഡ് എന്ന് പറഞ്ഞാൽ ഇത് MIRV എന്ന് പറഞ്ഞാൽ അതിന്റെ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഇത് നേരെ സ്പേസിലോട്ട് അങ്ങ് പോകും. സ്പേസിലോട്ട് പോയിട്ട് ഇത് തിരിച്ചു വരും. അതാണ് മനസ്സിലാക്കേണ്ടത്.
മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ എന്നാണ് ഈ ഒരു മിസൈൽ സിസ്റ്റത്തിന്റെ ടെക്നോളജി വിശേഷിപ്പിക്കപ്പെടുന്നത്. എനിവേ, ഈ MIRV ടെക്നോളജി എത്ര രാജ്യങ്ങളിലുണ്ട്? അമേരിക്കയിലുണ്ട്. അമേരിക്ക 1960 മുതൽ 70 ഇതിന്റെ പരീക്ഷണത്തിലായിരുന്നു. അപ്പൊ അങ്ങനെ 1970 അവർ ഈ പരീക്ഷണം വിജയകരമായിട്ട് നടത്തിയിട്ടുണ്ട്. അതായത് ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലിൽ കൂടി അവർ MIRV ടെക്നോളജി അമേരിക്ക പ്രൂവ് ചെയ്തിട്ടുണ്ട്. അമേരിക്കയ്ക്ക് ഈ ഒരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും റഷ്യയ്ക്ക് ഒരു കപ്പാസിറ്റി ഉണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. അത് കോൾഡ് വാറിന്റെ ആ ഒരു ബേസിക് തമ്പ് റൂൾ അതാണ്. അപ്പൊ അങ്ങനെ റഷ്യയുടെ കയ്യിൽ ഇതുണ്ട്, ചൈനയുടെ കയ്യിൽ ഈ ടെക്നോളജി ഉണ്ട്. ചൈന റീസെന്റ് ആയിട്ട് തന്നെയാണ് അവരും ഇത് അക്യൂർ ചെയ്തത്. പിന്നെ UK അടുത്ത് ഈ ടെക്നോളജി ഉണ്ട്, ഫ്രാൻസിന്റെ അടുത്ത് ഈ ടെക്നോളജി ഉണ്ട്. ഇങ്ങനെ 5 രാജ്യങ്ങളുടെ അടുത്ത് മാത്രമേ ഈ ലോകത്ത് തന്നെ MIRV ടെക്നോളജി ഉള്ളത്. അത് നിങ്ങൾ റീ എൻട്രി കൊടുക്കുന്ന മിസൈൽ ടെക്നോളജി ഉള്ളത്. അതും മൾട്ടിപ്പിൾ വാർഹെഡ് വെച്ചിട്ട് മൾട്ടിപ്പിൾ ടാർഗറ്റിനെ സൈമൾട്ടനേസ്ലി അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഈ ഒരു മിസൈൽ സിസ്റ്റം 5 രാജ്യങ്ങളിലേ ഉള്ളൂ ഇതുവരെ. ആ ഒരു എലൈറ്റ് ക്ലബിലേക്ക് ഇന്ത്യയും കൂടി ജോയിൻ ചെയ്തിരിക്കുകയാണ് ഇന്ന്. അപ്പൊ ഈ ലോകത്ത് തന്നെ 6ാമത്തെ രാജ്യമാണ് ഈ MIRV ടെക്നോളജിയിൽ ഇങ്ങനെ ഒരു മിസൈൽ പരീക്ഷണം നടത്തുന്ന രാജ്യം. അതാണ് നമ്പർ 1 ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ മിസൈൽ പരീക്ഷണം ഇന്ത്യ വെറുതെ നടത്തിയെന്ന് വിചാരിക്കരുത്. ഇന്ത്യ 6ാമത്തെ MIRV ടെക്നോളജി മിസൈലുള്ള രാജ്യമാണ്. മനസ്സിലായല്ലോ? പാകിസ്ഥാൻ ഈ ടെക്നോളജി ഇല്ല. പാകിസ്ഥാൻ ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പരീക്ഷണം നടത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ച് പരാജയപ്പെട്ടതാണ്. ഇതുവരെ അവർക്ക് ഈ ഒരു MIRV ടെക്നോളജി അക്യൂർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഈ MIRV ടെക്നോളജിക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനെ അത്ര എളുപ്പത്തിൽ ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം ഇത് നേരെ സ്പേസിലേക്ക് പോയിട്ട് അവിടെ നിന്ന് റീ എൻട്രി കൊടുക്കും. അങ്ങനെ റീ എൻട്രിയിൽ വരുന്ന സമയത്താണ് ഇത് മൾട്ടിപ്പിൾ ടാർഗറ്റിലേക്ക് പോകുന്നത്. അപ്പൊ ഇതിനെ ഇന്റർസെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്രയും പ്രിസൈസ് ആയിട്ടുള്ള ആ ഒരു കോർഡിനേറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതും തന്നെ 1-2 വാർഹെഡുകളെ ഇന്റർസെപ്റ്റ് ചെയ്താലും മറ്റുള്ള വാർഹെഡുകൾ ടാർഗറ്റ് അച്ചീവ് ചെയ്യും. അതാണ് മനസ്സിലാക്കേണ്ടത്. മനസ്സിലായല്ലോ? അപ്പൊ ഇന്ത്യ നിസ്സാരമല്ല. ഇന്ത്യയുടെ ഡിഫൻസ് മേഖലയിൽ ഇന്ത്യ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കുതിപ്പുണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ അത് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതായത് ഇന്ത്യ ഇപ്പൊ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു എഫേർട്ട്, ഒരു 20 ഇയേഴ്സിന് മുമ്പ് ഇന്ത്യ ഈ ഒരു എഫേർട്ട് ഇട്ടിരുന്നെങ്കിൽ ഒന്നും പറയാനില്ല. ആ രീതിയിൽ നമ്മൾ ഇന്ന് ഡിഫൻസിൽ നിർണായകമായിട്ടുള്ള പൊസിഷനിൽ എത്തിയേനെ. പക്ഷെ എന്നാലും വൈകിട്ടില്ല. ഇപ്പോഴെങ്കിലും ഡിഫൻസ് മേഖലയിൽ നമ്മൾ ഇത്രമാത്രം ഫോക്കസ് ചെയ്യുന്നത് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഒരു വാർത്ത കൂടി പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാം. UAE 9 രാജ്യങ്ങളുടെ വിസ ബാൻ ചെയ്തിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് ഒക്കെ ഇതിന്റെ ഉള്ളിൽ ഉൾപ്പെടുന്നുണ്ട്. കുറച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളായിട്ടുള്ള ഉഗാണ്ട, കുറച്ച് രാജ്യങ്ങളൊക്കെ ഇതിനകത്ത് ലിസ്റ്റിൽ വരുന്നുണ്ട്. ഇന്ത്യ, പാകിസ്ഥാൻ ഒന്നും ഈ ലിസ്റ്റിൽ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ രാജ്യങ്ങളുടെ പേരൊന്നും എടുത്ത് വിശദമായിട്ട് പറയുന്നില്ല. ഇന്ത്യക്കാരെ ബാധിക്കുന്ന വിഷയമല്ല. അതുകൊണ്ട് നമ്മൾ അതിനകത്ത് കൂടുതൽ കൺസേൺ ആവേണ്ടതില്ല എന്നാണ് പറയാനുള്ളത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.